ഛത്തീസ്ഗഡിൽ വനിതാ പോലീസ് കോൺസ്റ്റബിളിന് നേരെ അതിക്രമം. പ്രദേശത്തെ ഖനനത്തിനെതിരെ നടന്ന പ്രതിഷേധത്തിനിടെയാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ അതിക്രമം. പോലീസ് ഉദ്യോഗസ്ഥയുടെ വസ്ത്രങ്ങൾ വലിച്ചുകീറി അക്രമത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. വിഷ്ണു തലവൂർ ചേരുകയാണ് വിശദാംശങ്ങളുമായി. വിഷ്ണു, വളരെ ക്രൂരമായ ഒരു അതിക്രമമാണ് ഈ വനിതാ കോൺസ്റ്റബിളിന് നേരെ ഉണ്ടായിരിക്കുന്നതെന്നാണ് ദൃശ്യങ്ങളും അതിനോടൊപ്പമുള്ള ശബ്ദങ്ങളും നമ്മളോട് പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? ആരെങ്കിലും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടോ? സിന്ധൂരി, കഴിഞ്ഞ മാസം 27-നായിരുന്നു ഇത്തരത്തിൽ ഒരു അതിക്രമം. വനിതാ പോലീസ് ഉദ്യോഗസ്ഥക്കെതിരെ വലിയൊരു അതിക്രമം ഛത്തീസ്ഗഡിലെ റായ്ഗഡിൽ ഉണ്ടാകുന്നത്. ഈ റായ്ഗഡിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ കൽക്കരി ഖനനത്തിനെതിരെ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രതിഷേധ സ്ഥലത്ത് ഡ്യൂട്ടിക്ക് എത്തിയതാണ് വനിതാ കോൺസ്റ്റബിൾ. ഈ കോൺസ്റ്റബിൾ ഡ്യൂട്ടിക്ക് എത്തിയ സമയത്താണ് ഈ പ്രതിഷേധം നടത്തുന്നതിൽ ചില അക്രമികൾ ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയോട് നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ വലിയൊരു അതിക്രമം അവർക്കെതിരെ അഴിച്ചുവിട്ടത്. പ്രത്യേകിച്ച് അവരുടെ വസ്ത്രങ്ങളൊക്കെ തന്നെ ഈ ഒരു ആൾക്കൂട്ടത്തിന് മുന്നിൽ വെച്ച് തന്നെ വസ്ത്രങ്ങൾ വലിച്ചു കീറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ആ വനിതാ ഉദ്യോഗസ്ഥ അവരോടൊക്കെ തന്നെ കരഞ്ഞു പറയുന്നുണ്ടോ, വസ്ത്രങ്ങൾ കീറരുത്, ഞാൻ ഇങ്ങോട്ടേക്ക് എത്തിയത് തെറ്റേപ്പ്, ഇങ്ങോട്ടേക്ക് വരില്ല, തിരിച്ചു പോവുകയാണ് എന്നൊക്കെ തന്നെ കരഞ്ഞു പറയുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ കേൾക്കാതെയാണ് ഒരു ആൾക്കൂട്ടത്തിന് മുന്നിൽ വെച്ച് വനിതാ ഉദ്യോഗസ്ഥയുടെ വസ്ത്രങ്ങളൊക്കെ തന്നെ വലിച്ചു കീറുകയും ഇവരെ ചെരുപ്പ് കൊണ്ട് അടിക്കാനുള്ള ഒരു ശ്രമമൊക്കെ തന്നെ അക്രമികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും ഈ ദൃശ്യങ്ങൾ വലിയ തോതിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളടക്കം പ്രചരിക്കുന്നുണ്ട്. ഇതോടുകൂടിയാണ് വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഡബിൾ എഞ്ചിൻ സർക്കാർ എന്നൊക്കെയാണ് പറയുന്നത്. BJP ഭരിക്കുന്ന ഛത്തീസ്ഗഡാണ്. അപ്പോൾ ഡബിൾ എഞ്ചിൻ സർക്കാർ ഉള്ള സ്ഥലത്താണ് ഇത്തരത്തിൽ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് പോലും ഒരു സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുന്നില്ല. പിന്നെ എങ്ങനെയാണ് സാധാരണ പെൺകുട്ടികളുടെ വനിതകളുടെയൊക്കെ സുരക്ഷ BJP സർക്കാരിന് ഉറപ്പ് നൽകാൻ കഴിയുക എന്നതടക്കമുള്ള ചോദ്യങ്ങളുമായി പ്രതിപക്ഷ പാർട്ടികളും രംഗത്ത് വന്നിട്ടുണ്ട്. നിലവിൽ രണ്ടുപേരെ, പ്രത്യേകിച്ച് ഈ ഒരു വസ്ത്രം വലിച്ചു കീറുന്ന രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സിന്ധൂരി.